ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൈബിൾ കഥാപാത്രങ്ങൾ അബ്രഹാം വരെയാണ് നാം പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ബൈബിൾ കഥാപാത്രം സാറായാണ്. ബൈബിൾ കഥാപാത്രങ്ങളെന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ബൈബിളിലെ സംഭവങ്ങൾ സാങ്കല്പിക കഥകളാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ബൈബിളിലെ സംഭവങ്ങൾ ചരിത്ര സംഭവങ്ങളാണ്, നടന്ന സംഭവങ്ങളാണ്. പഠന സൗകര്യാർത്ഥം ബൈബിൾ കഥാപാത്രങ്ങളെന്ന് നാം ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ദയവായി ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക. സാറയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സാറ അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്നു എന്നത്. മാത്രമല്ല, അബ്രഹാമിൻ്റെ പിതാവായ തേരഹിൻ്റെ രണ്ടാം ഭാര്യയിലുണ്ടായ മകളായിരുന്നു സാറ. സാറായുടെ ആദ്യത്തെ പേര് സാറായി എന്നായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം അവളുടെ പേരിൻ്റെ ഒരക്ഷരം കുറച്ചിട്ട് സാറ എന്നാക്കി. സാറ എന്ന പേരിൻ്റെ അർത്ഥം രാജകുമാരി എന്നായിരുന്നു. എന്നാൽ സാറായി എന്ന പേരിൻ്റെ അർത്ഥം വിവാദം എന്നാണ്. സാറ ജാതികൾക്ക് മാതാവാകുമെന്ന് പറഞ്ഞാണ് ദൈവം സാറായുടെ പേര് മാറ്റിയത്. സാറ അതീവ സുന്ദരിയായിരുന്നു. എങ്കിലും അവൾക്ക് തലമുറ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാറ മിസ്രൈമ്യദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. എന്നാൽ ദൈവം അവളുടെ വീട്ടിൽ നേരിട്ടെത്തി നിനക്ക് ഒരു തലമുറ ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്തു. എന്നാൽ ആ ദൈവിക വാഗ്ദത്തത്തെ വിശ്വസിപ്പാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അവളുടെ ശരീരം അതിനുള്ള അവസ്ഥയിൽ ആയിരുന്നില്ല. ഹാഗാറിന് ജനിച്ച മകൻ ഇസ്മായേൽ കുടുംബത്തിൻ്റെ അവകാശിയായി തീരേണ്ട സാഹചര്യമുണ്ടായി. തന്നിമിത്തം ഹാഗാറിനെയും മകനെയും വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട സാഹചര്യം അബ്രഹാമിന് നേരിട്ടു. ഇവിടെ ദൈവിക വാഗ്ദത്തത്തെ അവിശ്വസിച്ചത് മൂലം സാറ വലിയ വില കൊടുക്കേണ്ടി വന്നു. കാരണം അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നുപോയിരുന്നു. അതുകൊണ്ട് ദൈവിക വാഗ്ദത്തം കേട്ട സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹാഗാറിൽ നിന്ന് ജനിച്ച ഇസ്മായേൽ അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ അവകാശിയായി തീരത്തക്ക സാഹചര്യമുണ്ടാകുകയും അതൊഴിവാക്കാനായി ഹാഗാറിനെയും മകനെയും പുറത്താക്കാൻ അബ്രഹാമിനെ സാറ നിർബന്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൈവിക വാഗ്ദത്തത്തെ അവിശ്വസിച്ചത് മൂലം സാറായ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി സാറായുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. 1. ദൈവത്തിൻ്റെ ആലോചനയേക്കാൾ സാറ മാനുഷിക ആലോചന തിരഞ്ഞെടുത്തു. ദൈവത്തിൽ നിന്നും കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കാൻ തയ്യാറാകാതെ സാറ തൻ്റെ ദാസി ഹാഗാറിൽ ആശ്രയിച്ചു. 2. സാറ തൻ്റെ ദാസിയോട് ദുഷ്ടത പ്രവർത്തിച്ചു. ഇവിടെ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് സാറ ഭയന്നത് നിമിത്തം ഹാഗാറിനെയും കുട്ടിയെയും ഇറക്കിവിടാൻ അബ്രഹാമിനെ അവൾ നിർബന്ധിച്ചു. 3. സാറ അബ്രഹാമിനെ ബഹുമാനിച്ചു. ഉത്തമമായ കുടുംബജീവിതത്തിൻ്റെ മാതൃക നാം ഇവിടെ കാണുന്നു. 4. സാറ അതിഥി സൽക്കാര പ്രിയയായിരുന്നു. ദൈവദൂതന്മാരെ പോലും അറിയാതെ സൽക്കരിക്കുവാൻ സാറായ്ക്ക് ഭാഗ്യം ലഭിച്ചു. സാറ 127 വയസ്സിൽ മരിച്ചു. ഹിത്യനായ എഫ്രോനോട് അബ്രഹാം 400 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്പേല ഗുഹയിൽ അടക്കം ചെയ്തതായി ബൈബിളിൽ കാണുന്നു. സാറയെക്കുറിച്ച് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിലല്ലാതെ യെശയ്യാവ് 51:2 മാത്രമേ പറയുന്നുള്ളൂ. പുതിയ നിയമത്തിൽ 4 പ്രാവശ്യം സാറയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാറ്റിലും ഉപരിയായി സാറായുടെ ജീവിതം നമ്മളെ വലിയൊരു ആത്മീക പാഠം പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം അവിടെ കാണുന്നത്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി
അവനോട് അരുളി ചെയ്തത് ഇങ്ങനെയാണ്: നീ ബഹുജാതികൾക്ക് പിതാവാകും. നിന്നെ ഇനി അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. അതുപോലെ തന്നെ വീണ്ടും 17:15 പിന്നെയും യഹോവ അബ്രഹാമിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 17:19, 17:21, അതുപോലെ 18:10 ഈ വാക്യങ്ങളിലും യഹോവയായ ദൈവം അവർക്കൊരു മകൻ ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഈ ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിപ്പാൻ സാറായ്ക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അതിൻ്റെ നിവൃത്തിക്കായി നാം ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളും തോറും വിശ്വാസത്തിൽ ക്ഷീണം സംഭവിക്കാം. സാറായെപ്പോലെ ദൈവ വഴിവിട്ട് മാനുഷിക ബുദ്ധിയിൽ ആശ്രയിച്ചു പോയെന്ന് വരാം. എന്നാൽ അവിശ്വസിച്ച സാറായുടെ സ്ഥാനത്ത് ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിനെ പോലെ ക്ഷീണിക്കാതെ വിശ്വസിക്കാൻ തയ്യാറായ വാഗ്ദത്തങ്ങളെ അരുളി ചെയ്തവൻ അത് നിവർത്തിച്ചു തരാൻ ശക്തനായ ദൈവമാകുന്നു. അതല്ല എങ്കിൽ വലിയ വില നാം കൊടുക്കേണ്ടി വരും. ഈ ഒരു ആത്മീയ സത്യമാണ് സാറായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമയോടെ അതിനായി കാത്തിരിക്കാം. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.